നമുക്ക് ഇപ്പം ഇവിടെയുള്ള ഒരു സുനിൽകുമാറുണ്ട്. സുനിൽകുമാർ ഇവിടുത്തെ പ്രാദേശിക ഒരു സാമൂഹിക പ്രവർത്തകനും CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കും എല്ലാമാണ്. അദ്ദേഹം ഈ അപകടം നടന്ന് ആ സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തി. ആ ദിവസം തന്നെ ഏതാണ്ട് 16ഓളം മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുത്ത നാട്ടുകാരിൽ ഒരാളാണ്. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കാം. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, മനു, വളരെ ദുർഘടമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായൊരു സ്ഥലത്ത് നിൽക്കാനും മറ്റും പറ്റില്ല. സുനിലേട്ട, ഈ അന്നത്തെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടിയ ദിവസം തന്നെ സുനിലേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിരുന്നല്ലോ. അതെ 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 നമ്മള് രാവിലെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നമ്മള് ഫോറസ്റ്റിലേക്ക്, ഇതിലെ നമുക്ക് ആ കാണുന്ന പ്രദേശം മുതൽ ഇങ്ങോട്ട് പോത്തുവല്ല് വരെയുള്ള ഭാഗം, ഉരുൾപൊട്ടിയ മുതൽ ഇങ്ങോട്ട് പോത്തുവല്ല് വരെ ഭാഗം ഏകദേശം 4.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അവിടുന്ന് ഏറ്റവും ഈ വനത്തിലേക്ക് നിബിഡ വനമാണ്, നിലമ്പൂർ ഫോറസ്റ്റ് ആണ്. ഇവിടുന്ന് നിലമ്പൂർ ഫോറസ്റ്റിലേക്ക് ആ ചാലിയാർ റിവറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ല പാതയും അതേപോലെ തന്നെ ഏറ്റവും ദുർഘടം, നല്ലതെന്ന് പറയുമ്പോൾ അത്ര ദുർഘടമാണ്, മറ്റുള്ള പാതകളെക്കാൾ കൂടുതൽ ഏറ്റവും എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്നത് ഈ സൺറൈസ് വാലിയിൽ കൂടെ ഇത് ഇറങ്ങിപ്പോകുന്ന പരപ്പംപാറ കോളനി സ്ഥിതി ചെയ്യുന്ന അവിടേക്കാണ്. അന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് നാട്ടുകാർ സംഘടിപ്പിച്ച് ആ ഉരുൾപൊട്ടിയതിൻ്റെ അന്ന് തന്നെ നമ്മൾ രാവിലെ മുതൽ പുഴയിൽ പോയി അന്ന് നമുക്ക് ഒരു ബോഡി കെട്ടി. ഏകദേശം നമുക്ക് മിഞ്ഞാന്ന് വരെ ഞാൻ കാട്ടിലിറങ്ങിയ വ്യക്തിയാണ്. 16ഓളം ബോഡി പാർട്സുകളായിട്ട് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്ത് ഇതിലെ തന്നെ ഈ ദുർഘടം പിടിച്ച പാതയിലൂടെ ഞങ്ങൾ അത് തുണിയിൽ കെട്ടി, വടിയിൽ വെച്ച് കെട്ടി, തോള് വെച്ച് കെട്ടി ഇവിടം വരെ ഏറ്റിക്കൊണ്ടെന്നാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2-3 ദിവസം മുതലാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളൊപ്പം ഞങ്ങൾ ഇറങ്ങുമ്പം എയർ ആംബുലൻസ് വന്നിട്ട് നമ്മളെ അവിടുന്ന് ബോഡി പാർട്സുകൾ ഇപ്പോൾ ബോഡി ആയിട്ട് കിട്ടാനില്ല, കാരണം ബോഡി പാർട്സുകളായിട്ട് അവിടുന്ന് കളക്ട് ചെയ്ത് എയർ ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പറയാൻ വാക്കുകൾക്ക് അതീതമായിട്ടാണ്. പുഴയിൽ ഇവിടുന്ന് കാണുന്നത് പോലെയല്ല, ഏകദേശം 70 മീറ്ററോളം വീതിയിലാണ് പുഴ പരന്നൊഴുകിയിട്ടുണ്ടായിരുന്നത്. പുഴേന്റെ 2 ഭാഗവും ഇടിഞ്ഞ് പുഴ സൈഡ് കൂടെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുണ്ട്. ഇപ്പോൾ വെള്ളം കുറഞ്ഞു, ഒരു 2 ആൾ പൊക്കത്തിൽ ഇപ്പോൾ എയർ ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പറയാൻ വാക്കുകൾക്ക് അതീതമായിട്ടാണ്. പുഴയിൽ ഇവിടുന്ന് കാണുന്നത് പോലെയല്ല, ഏകദേശം 70 മീറ്ററോളം വീതിയിലാണ് പുഴ പരന്നൊഴുകിയിട്ടുണ്ടായിരുന്നത്. പുഴേന്റെ 2 ഭാഗവും ഇടിഞ്ഞ് പുഴ സൈഡ് കൂടെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുണ്ട്. ഇപ്പോൾ വെള്ളം കുറഞ്ഞു, ഒരു 2 ആൾ പൊക്കത്തിൽ ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളം കുറഞ്ഞ ഭാഗങ്ങളിലാണ് ഈ ബോഡി പാർട്സുകൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അത്തരം ഭീകരമായ ഒരു മനുഷ്യ ശരീരം ഇങ്ങനെ ഭീകരമാകുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പുഴയ്ക്ക് ഇപ്പോൾ നമ്മൾ പുഴയിൽ കാണുന്ന ആ കരിങ്കല്ലുകളൊന്നും ആദ്യം പുഴയിൽ ഇല്ലാത്തതാണ്. അതൊക്കെ ഈ മണ്ണിടിച്ചിൽ ഉരുണ്ട് വന്നിട്ടുള്ള പാറകളാണ്. ആ പാറകൾക്ക് ഇടുക്കിൽ ഇനിയും മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, മരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്, പാറ ഇടുക്കുകളിൽ കയറി നിൽക്കുന്നുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, നമ്മൾ കാണാത്ത മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, പശുക്കള്, പോത്തുകള്, ആട്, പട്ടി, ഇവയെല്ലാം നമുക്ക് പുഴയിൽ പോകാൻ കാണാൻ കഴിയും. കാരണം വലിയ വലിയ മീനുകൾ, 6 കിലോ 7 കിലോ ഉള്ള മീനുകൾക്ക് വരെ പുഴയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ പുഴയുടെ ഗതി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അത്രയും മീനുകൾ ചത്തൊടുങ്ങി. ഇപ്പോൾ പുഴ സൈഡിൽ കൂടെ നമുക്ക് പോകുമ്പോൾ സ്മെല്ലടിച്ചിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട്. അത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥയുള്ളത്. ആദ്യ ദിവസം ഒരു ബോഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാച്ചർമാരും ഞാനും കൂടി പോയിട്ടാണ് ഒരു ബോഡി കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം രാത്രിയായി ഇവിടെ എത്തിയപ്പം. അതുപോലെ തന്നെ പിറ്റേന്ന് ഇറങ്ങി അന്ന് 3 ബോഡി നമ്മൾ ഏറ്റിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ദിവസങ്ങളിൽ ബോഡി പൂർണ്ണമായിട്ടില്ല, പാർട്സുകളാണ്, ഭാഗങ്ങളാണ്, കൈയായിട്ടും കാലായിട്ടും തലയായിട്ടും ചെസ്റ്റായിട്ടും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത്രയും ബോഡികൾ നമുക്കൊരു 16ഓളം ബോഡികൾ നമ്മൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇതിലേക്ക് ഏറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ ഏറ്റിക്കൊണ്ടുവന്ന് മേപ്പാടിയിലേക്കും അതേപോലെ തന്നെ നമ്മൾ വിംസിലേക്കും നമുക്ക് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് സാധിച്ചിട്ടുള്ളത്. എന്റെ വീട് തൊട്ട് സൺറൈസ് വാലി വ്യൂ പോയിന്റ് തൊട്ട് മേലെ തന്നെയാണ്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേക ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നുണ്ട്? അതായത് പുലർച്ചയ്ക്ക് ഞാനൊന്നും കേട്ടില്ല, ഉറക്കത്തിലായിരുന്നു. പക്ഷെ ഈ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഭീകരമായ ശബ്ദത്തിൽ ഒച്ച കേട്ടു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ രാവിലെ ന്യൂസ് കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, പുലർച്ചയ്ക്ക് എണീറ്റ് ന്യൂസ് കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അവിടുന്ന് ഉണ്ടായത് ഇപ്പോൾ പുത്തുമല ഉരുൾ പൊട്ടിയതും ആ വന്ന സമയത്തും നമുക്ക് ഈ പുഴയിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്നും ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിഭീകരമായ ശബ്ദത്തോടു കൂടിയാണ് ഈ പുഴയിലേക്ക് വന്നത്. പുഴ ഇപ്പോൾ
കാണുന്നത് പോലെയല്ല, ഭയങ്കര വെള്ളമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു പ്രശ്നം, ആന ഇന്നലെ മിഞ്ഞാന്നൊക്കെ റോട്ടിലാണ് ആനയുള്ളത്. ഞങ്ങൾ റോഡ് മീൻസ് ഇറങ്ങിപ്പോകുന്ന നടപ്പാതയിലൂടെയാണ് ആനയുള്ളത്. ആനയ്ക്കുള്ളൊരു പ്രശ്നം, ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നിട്ട് ഇത് ആന ആകെ അങ്ങോട്ട് പേടിച്ച് വരണ്ടിട്ടുണ്ട്. മൃഗങ്ങൾ താഴ്ന്നല്ലേ പറക്കുന്നത്. അപ്പോൾ ആനയും ആകെ എന്താ ആളുകളെ കാണുമ്പോൾ വയലൻ്റ് ആവുകയാണ്. സാധാരണ ഞങ്ങൾ ഇറങ്ങി പോകുമ്പം ആനകൾ വയലൻ്റ് ആവില്ല, ഞങ്ങൾക്ക് വഴിയൊക്കെ ഒതുങ്ങി നിന്ന് തരും. അപ്പോൾ ആനകൾ, മൃഗങ്ങൾ വരെ ഹെലികോപ്റ്റർ ശബ്ദവും ഈ പുഴേൻ്റെ ശബ്ദവും എല്ലാം കൂടി കണ്ട് കാട്ടിലെ മൃഗങ്ങൾ വരെ വയലൻ്റ് ആകുന്ന അവസ്ഥയിലുണ്ട്. അപ്പോൾ അത്രയാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ എല്ലാം മൃതദേഹ ഇപ്പം പശുക്കളുടെ ഒക്കെ പറഞ്ഞല്ലോ, അപ്പൊ എല്ലാം അതിൽ നിന്നും മനുഷ്യരുടേതെന്ന് തിരിച്ചറിയുന്നതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ട്. കൈ, കാലുകൾ, തല, മിഞ്ഞാന്ന് കണ്ട ബോഡിയൊക്കെ മുഖമൊന്നുമില്ല, കഴുത്ത് ഈ മുട്ടിന് മുകളിലുള്ള പിന്നെ കാണുന്നതാണ്. കൈയൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ആളുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് വീട്ടുപകരണങ്ങൾ, ഗ്യാസുകൾ, വണ്ടികളുടെ പാർട്സുകൾ, അങ്ങനെയുള്ള സകലമാന സാധനവും പുഴയ്ക്കകത്തുണ്ട്. ഇവിടുന്ന് അവിടേക്ക് 5 കിലോമീറ്റർ അല്ല എനിക്ക് തോന്നുന്നത്. നമുക്ക് എയർ ഡിസ്റ്റൻസ് കുറച്ചേ ഉള്ളൂ. പക്ഷെ പുഴയിലൂടെ പോവുകയാണെങ്കിൽ, ഞാനിതിൽ സർവേയും കൂടി നടത്തിയിട്ടുള്ള ആളാണ്. അങ്ങ് മുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെയിലി വേജസിന്റെ സർവേയർ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം, കാന്തമ്പാറ സൂചിപ്പാറ വാട്ടർഫോൾസിന്റെ അവിടുന്ന് പോത്തുകല്ലുള്ളവിടത്തേക്ക് ഏകദേശം 5900 ആണ് നമുക്ക് വരുന്നത് ഈ പുഴ സൈഡ് കൂടെ. ചവിട്ട് വഴികളാണ്. നമുക്ക് ബ്രിട്ടീഷ് കാലത്ത് ഇത് നിലമ്പൂർ ഫോറസ്റ്റ് ആണ്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നല്ല തേക്ക് കിട്ടുന്ന അതാണ് നിലമ്പൂർ. ആ തേക്കിന്റെ ഫേമസ് ആയിട്ടുള്ള നിലമ്പൂർ ഫോറസ്റ്റ് ആണിത്. അപ്പോൾ അന്നത്തെ കാലത്ത് വണ്ടി പോയ റോഡുകളുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് ഇടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ പോയി ഇപ്പം നടപ്പാത മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ വളരെ ദുർഘടം പിടിച്ചതാണ്. നമ്മളവിടെ മഴയത്ത് ഇറങ്ങുമ്പോഴുള്ള, അന്ന് ഉരുളുപൊട്ടിയൊന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വന്യമൃഗങ്ങൾ ഒരു വശത്ത്, മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴയ്ക്ക് എപ്പോഴാണ് വെള്ളം കൂടി വരിക എന്നുള്ള ഒരു വശത്ത്, പിന്നെ ഇതൊക്കെ ഇവിടുന്നൊക്കെ ഉരുളുപൊട്ടാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് കാണുന്ന പോലെ പുഴയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടുന്ന് കാണാൻ പ്രകൃതി നല്ല ഭംഗിയായിട്ട്, സൺറൈസ് വാലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. പക്ഷെ അതിനകത്തുനിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭീകരതയാണ്. കാരണം കല്ലുകൾ ഇടിഞ്ഞു വരാം, മലകൾ വീണ്ടും ഇടിഞ്ഞു വരാം. ഇത് ഇപ്പോൾ കാന്തമ്പാറ വാട്ടർഫോൾസ് ഉണ്ട്, അതേപോലത്തെ അരണമല പുഴയുണ്ട്, സൂചിപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്, ഇപ്പുറത്തുനിന്ന് മീൻമുട്ടി വാട്ടർഫോൾസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് അവിടത്തേക്ക് നീലഗിരി ഡിസ്ട്രിക്റ്റും ഇപ്പുറത്തേക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റും ഇത് വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ 3 ഡിസ്ട്രിക്ട് ഭാഗം ചെയ്യുന്ന ഏരിയ ആണിത്. അത് അരണമലപ്പുഴ. കാന്തമ്പാറ വാട്ടർഫോൾസ് ഇവിടുന്ന് ജോയിൻ ചെയ്യും. അതിന്റെ അപ്പുറത്ത് അതിന്റെ ക്യാപ്പിൽ സൂചിപ്പാറ വാട്ടർഫോൾസ് ജോയിൻ ചെയ്യും. ഇവിടുന്ന് മീൻമുട്ടി വാട്ടർഫോൾസും ജോയിൻ ചെയ്യും. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ക്യാമറ ഒന്ന് മൂവ് ചെയ്താൽ നമുക്കത് കാണാൻ ഉപകാരമാകും. അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ട മനസ്സിലാവും മനു, അതീവ ദുർഘടമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇനി ഇവിടെ നിന്ന് ഈ പ്രദേശഭാഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത എങ്ങനെയാണ്? ഇനി എന്താ വെച്ചാൽ, അന്ന് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള വെള്ളത്തിനെയും കാട്ടി ഒരു 2 ആൾ പൊക്കത്തിൽ ഇടിഞ്ഞ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം 2 ആൾ പൊക്കത്തിൽ താന്നു. അപ്പൊ ഈ മണ്ണും മണലും വന്ന് ഇത്രയും വെള്ളം കുറയുന്നതിനനുസരിച്ച് ഊറിക്കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. അതിനകത്തൊക്കെ ബോഡി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ പ്രദേശവാസികൾ ഞങ്ങൾ പോയിട്ടുള്ളത് കൈക്കോട്ട്, മൺവെട്ടി, അങ്ങനെയുള്ള കത്തി, കോടാലിയൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഈ മണ്ണ് മാക്സിമം മാറ്റിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് ബോഡി ഉണ്ടോ എന്നുള്ള സെർച്ച് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ, ആർമിന്റെയും പോലീസിന്റെയും ഒക്കെ ഒപ്പം പോയിട്ടുള്ളത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം. അപ്പോൾ മനുഷ്യ സഹജമായിട്ടുള്ള പ്രവൃത്തി ഇതിനകത്ത് നടക്കുകയുള്ളൂ. യന്ത്രങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്നും നടക്കൂല. അപ്പം കൈക്കോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ മണ്ണ് മാന്തുന്ന എന്തെങ്കിലും കോരികളോ കൊട്ടകളോ ഒക്കെ കൊണ്ടുപോയി സെർച്ച് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ വളരെ അപൂർവമായിട്ടേ ഇനി കിട്ടുള്ളൂ. കാരണം അത്ര കയങ്ങളുണ്ട്. മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ട്. മണ്ണ് 2 കരകളിലും ഇടിഞ്ഞ് മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ട്, മണ്ണും മണലും കൂടി. അത് മുഴുവൻ മേൽഭാഗത്തുനിന്ന് വന്ന മണ്ണായിരിക്കും. ഒക്കെ ഫുള്ളായിട്ടും. പണ്ട് പുഴയിൽ നല്ല മണലായിട്ട് പരന്നൊഴുകിയ പുഴയാണ്. മണ്ണിന്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. പക്ഷെ മണ്ണ് അവിടുന്ന് അത്രയും ഇടിഞ്ഞ മണ്ണ് മുഴുവനും എനിക്ക് തോന്നുന്നു ഒരു 50% ഈ പുഴയ്ക്കകത്താണ് ഉള്ളത്. അത് വന്ന് 2 കരകളിലും അടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് കാണാതെ പോയവരുടെ ബോഡി ഭാഗങ്ങളോ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 11 മണിക്കാലത്തേക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുതരാനും ഞങ്ങൾ കളക്ട് ചെയ്യുന്ന ബോഡി ഭാഗങ്ങൾ കൊണ്ടുവരാനും 3 ഹെലികോപ്റ്റർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഒരു 11-12 മണിയാകുമ്പോഴത്തേനും ഹെലികോപ്റ്റർ വരും. ഫുഡൊക്കെ ആയിട്ട് വരും. ഫുഡൊക്കെ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തത് എന്തുണ്ടെങ്കിൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരാനൊക്കെ ഹെലികോപ്റ്ററായിട്ട് ഹെൽപ്പ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ഇവിടുന്ന് ഇപ്പം കുറച്ച് നേരത്തെ ഇറങ്ങിപ്പോയിട്ടുള്ള ഈ പ്രത്യേക ദൗത്യ സംഘം ഉണ്ടല്ലോ, ഈ വനംവകുപ്പിന്റെയും മിലിറ്ററിയുടെയും ഒക്കെ
ആളുകൾ. അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ അത് എത്ര സമയം? ഇത് വലിയൊരു ഭൂപ്രദേശം ഉണ്ടല്ലോ, അപ്പൊ അവര് തന്നെയാണോ ഈ ഇത്രയും ദൂരം നടന്ന് ഈ തെരച്ചിൽ നടത്തുക? അല്ല, വിവിധ സംഘടനകളും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ആളുകളുമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ ഞങ്ങൾ ഓൾറെഡി ഇറങ്ങുകയാണെങ്കിൽ ഒരു 45 മണിക്കൂറിന്റെ മുകളിൽ ഞങ്ങൾ ഇവിടുന്ന് എത്തും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ. സാധാരണ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറിന്റെ അടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ എടുക്കും. കാട് കടന്ന് അവിടെ എത്താൻ തന്നെ എത്താൻ, ഇവിടുന്ന് നടന്നെത്താൻ. കയറി വരാൻ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ എടുക്കും ഇങ്ങോട്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാവുമ്പം ഒരു 4 മണിക്കൂർ മിനിമം നമുക്ക് ഇവിടുന്ന് കയറി വരാൻ എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തിരയാൻ ഇരുടാകുമ്പോഴത്തേനും കയറും വേണം നമ്മൾ. കാരണം ഒരു 5 മണിയാകുമ്പോഴത്തേനും കാടിൻ്റെ ഉള്ളിൽ ഇരുടാവും. അപ്പം പിന്നെ മൃഗങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങും. അപ്പം നമുക്ക് എന്തായാലും ഇരുടാകുമ്പോഴത്തേനും നമുക്ക് കയറി വരവും വേണം. മിഞ്ഞാന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോത്തുകല്ലിൽ നിന്ന് വന്ന ഒരു 18ഓളം സംഘങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ തിരയാനുള്ള സൗകര്യങ്ങൾ സമയം നമുക്ക് കുറഞ്ഞാണ് കിട്ടുക. ഇന്ന് ഇവിടുന്ന് പോയിട്ടുള്ള ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ, കാടാശ്ശേരിത്തെ ആളുകൾ മിക്കവാറും ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. പുഴയ്ക്ക് സൈഡിൽ സ്റ്റേ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ കയറുന്നുള്ളൂ. കയറാൻ തീരുമാനിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ മെനക്കെട്ടാലേ നമുക്ക് കൂടുതൽ സെർച്ച് ചെയ്യാനുള്ള സമയം കിട്ടുകയുള്ളൂ.